ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. മാത്രമല്ല എല്ലാ വണ്ടികളും വരുന്നത് ഒരൊറ്റ ഉദ്ദേശത്തിലാണ്, ക്രെറ്റയെ പിടിക്കുക. 18,000 മുകളിൽ എല്ലാ മാസവും ഇതിന് സെയിൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ രണ്ടാമത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും ക്രെറ്റയായിരുന്നു. സോ ഡസ്റ്ററും ക്രെറ്റയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ എന്നും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും ലെങ്ത് ആവട്ടെ, വിഡ്ത്ത് ആവട്ടെ, ഹൈറ്റ് ആവട്ടെ, വീൽ ബേസ് ആവട്ടെ, ഗ്രൗണ്ട് ക്ലിയറൻസ് ആവട്ടെ, എല്ലാത്തിലും നമ്മുടെ ഡസ്റ്ററാണ് വലുത്. ഈവൻ ടയർ സൈസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 218 ഇഞ്ചാണ് കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് 225 ക്രോസ് സെക്ഷൻ ടയർസ് ആണ് വരുന്നത്. ക്രെറ്റയിലെ മാക്സിമം 215 വരെ ഉള്ളൂ. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക് പവർ ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. ഈവൻ ബൂട്ട് സ്പേസും ഇതിനകത്ത് കൂടുതലാണ്. 518 ലിറ്റേഴ്സ് ഉണ്ട്. ക്രെറ്റയിൽ നമുക്ക് 433 ലിറ്റേഴ്സ് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആൻഡ്രോയിഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ, അതുപോലെ നമ്മുടെ മാപ്സ് ആയിക്കോട്ടെ, പ്ലേ സ്റ്റോർ ആയിക്കോട്ടെ, അതിനകത്ത് എല്ലാ സാധനങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്ത പ്ലസ് പോയിന്റ്, നമുക്ക് ഇതിനകത്ത് ടോട്ടൽ 12 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. ക്രെറ്റയിൽ പക്ഷേ മാക്സിമം 8 വരെ വരുന്നുള്ളൂ. ഇനിയുള്ള പ്ലസ് പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ 1.3 ടെർബോ പെട്രോളിന്റെ മാക്സിമം പവർ 163 PS 280 Nm ടോർക്കും ഉണ്ട്. അതുപോലെ വെറ്റ് ക്ലച്ച് DCT ട്രാൻസ്മിഷനും ഉണ്ട്. ക്രെറ്റയിൽ നമുക്ക് മാക്സിമം 160 PS 253 Nm ടോർക്കാണ് വരുന്നത്. 7 സ്പീഡ് ഡ്രൈ ക്ലച്ച് DCT ട്രാൻസ്മിഷനാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ വരുന്ന ഹൈബ്രിഡ് സിസ്റ്റം ആണ്. നമുക്ക് ഡസ്റ്ററിൽ 160 PS പവറുള്ള 8.9 സെക്കൻഡ്സിൽ 0 to 100 എത്തുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എഫിഷ്യൻ്റും ആണ്, പവർഫുൾ ആണ്. ഇനി അടുത്തത് റെനോ ക്ലെയിം ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ആണ്. നമുക്ക് ക്രെറ്റയിൽ അത്യാവശ്യം സോഫ്റ്റ് റൈഡ് ആണ് നോർമൽ വേരിയൻസിൽ വരുന്നു. പക്ഷേ എൻലൈനിലേക്ക് വരുമ്പോഴേക്കാണ് നിങ്ങൾക്ക് നല്ല ഹാൻഡ്ലിംഗ് കിട്ടും, പക്ഷേ കുറച്ചുകൂടി സ്റ്റിഫാണ്. എനിവേ ഇതാണ് ഡസ്റ്ററിൻ്റെ കാര്യം. ഇനി നമുക്ക് ക്രെറ്റയിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ പ്ലസ് പോയിന്റ്സ് നോക്കാം. ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 8 സ്പീക്കർ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം കിട്ടുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും എൻലൈൻ മോഡൽസിൽ ഡാഷ് ക്യാം വരുന്നുണ്ട് ഇൻബിൽട്ട് ആയിട്ട്. പിന്നെ നമുക്ക് ബാക്കിൽ സൺഷെയ്ഡ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡ് 8 ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. ഡസ്റ്ററിൽ 6 ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇലക്ട്രിക് മോഡൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ്, അതായത് കോ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും ചെയ്യാം. ബോസ് മോഡും ഉണ്ട് ഇലക്ട്രിക് ആയിട്ട്. അതുപോലെ തന്നെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും ക്രെറ്റയുടെയാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട് ഡസ്റ്ററിനേക്കാൾ. ബാക്കി പ്ലസ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡീസൽ എഞ്ചിൻ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക് ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ 1.5 NA പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓവറോൾ റിഫൈൻമെന്റ് നമ്മുടെ ഡസ്റ്ററിൽ കിട്ടുന്ന 1 ലിറ്റർ ടർബോയേക്കാൾ നല്ലതാണ്. കാരണം ബേസിക് എഞ്ചിൻസ് ഇതാണല്ലോ. പിന്നെ ഹ്യുണ്ടായുടെ കൂടെ വരുന്ന ഓവറോൾ ആഫ്റ്റർ സെയിൽ സർവീസ്, ലോങ് ടേം റിലയബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. സോ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, ഡസ്റ്റർ ആണോ ക്രെറ്റ ആണോ, തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഡസ്റ്ററിൻ്റെ ഫുൾ പ്രൈസ് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല, അതുവരെ മാർച്ച് ആവും.